ദുബായ് കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിൽ യാത്രക്കാരന്റെ IS അനുകൂല പ്രസംഗം. മുദ്രാവാക്യം മുഴക്കിയ ആളെ CISF മുംബൈ പോലീസിന് കൈമാറി. 2 യാത്രക്കാരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. വിമാനം കോഴിക്കോട്ടെത്തി. പ്രസംഗം നടത്തിയ ആൾ മാനസികാസ്വാസ്ഥ്യമുള്ളയാളെന്ന് പോലീസ്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേർന്നു. സിജു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ഇൻഡിഗോ വിമാനത്തിലാണ് ഈ സംഭവം നടന്നത്. വിമാനം രാവിലെ 4:50 ആണ് പുറപ്പെട്ടത്, ദുബായിൽ നിന്ന് പുറപ്പെട്ടത്. വിമാനം പുറപ്പെട്ട ഉടൻ തന്നെ ഒരു യാത്രക്കാരന് ISനെ കുറിച്ച് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ മുസ്ലിം മതത്തെ കുറിച്ചുമെല്ലാം വിശദമായി സംസാരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് നിരവധി തവണ യാത്രക്കാർ ഇത്തരത്തിലുള്ള പ്രസംഗം നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ യാത്രക്കാരുടെ ആവശ്യം പരിഗണിക്കാതെ ഇയാൾ പ്രസംഗം തുടരുകയായിരുന്നു. ഇതേ തുടർന്ന് ഇൻഡിഗോ വിമാനം അടിയന്തരമായി മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കുന്ന സാഹചര്യമുണ്ടായി. ഇയാളെ മറ്റ് സഹയാത്രക്കാർ ഇയാളെ പിടികൂടിയ CISFനെ ഏൽപ്പിച്ചു. CISF ഉദ്യോഗസ്ഥർ പ്രാഥമികമായ ചോദ്യം ചെയ്തതിനു ശേഷം ഇയാളെ മുംബൈ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. ഈ മലയാളിയാണെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇയാൾക്ക് മാനസിക അസ്വസ്ഥം ഉണ്ടോ എന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഇയാളോടൊപ്പം ആ സമയത്ത് IS പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ സംസാരിക്കുകയും ചെറിയ രീതിയിലുള്ള വാക്തർക്കം ഉണ്ടാകുകയും ചെയ്തതിനെ തുടർന്ന് 2 യാത്രക്കാരെ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതായാലും സംഭവത്തിന് ശേഷം ഇൻഡിഗോ വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. യാത്രക്കാർ പുറത്തു വരുന്നതേ ഉള്ളൂ. അവരോട് കൂടി സംസാരിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകൂ. ദുബായ് കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിൽ യാത്രക്കാരന്റെ IS അനുകൂല പ്രസംഗം. വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കേരളത്തിലെ IS ബന്ധം സംബന്ധിച്ച കേസുകൾ NIAക്ക് വിടുന്നു. കാസർഗോഡ് നിന്ന് കാണാതായവരെ കുറിച്ചുള്ള 17 കേസുകളും ഒറ്റ കേസായാണ് NIA അന്വേഷിക്കുക. വിദേശ ബന്ധമുള്ളതിനാൽ കേസുകൾ NIA തന്നെ ഏറ്റെടുക്കണമെന്ന് കേരള പോലീസ് ആവശ്യപ്പെടും. കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസുകൾ NIAക്ക് വിടുന്നതിന് മുന്നോടിയായാണ് ഭീകരവിരുദ്ധ നിയമം ചുമത്തിയിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് കാണാതായ 17 പേരെക്കുറിച്ച് ഇപ്പോൾ 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാലക്കാട് നിന്നും 5 പേരെ കാണാതായ കേസും പ്രത്യേകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുകളെല്ലാം ഒറ്റ കേസായാണ് NIAക്ക് വിടുക. ഇവരുടെ തിരോധാനത്തിന് പിന്നിൽ IS ബന്ധം സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ കേരള പോലീസിന്റെ അന്വേഷണത്തിന് പരിമിതികളുണ്ട്. രാജ്യാന്തര ബന്ധമുള്ള കേസായതിനാൽ NIA അന്വേഷിക്കണമെന്നാണ് കേരള പോലീസിന്റെ നിലപാട്. അഫ്ഗാനിലെ തോറാബോറയിൽ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷരായവർ ഉണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ. ഇവരിൽ ചിലർ ബന്ധുക്കൾക്കയച്ച ഓഡിയോ സന്ദേശങ്ങളാണ് ഇവരിലേക്കുള്ള വഴികാട്ടിയായത്. മുംബൈയിൽ നിന്ന് പിടിയിലായ അർഷിദ് ഖുറേഷി, റിസ്വാൻ ഖാൻ എന്നിവരെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച വിവരങ്ങൾ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട രാജ്യാന്തര ശൃംഖലകളിലേക്കാണ് അന്വേഷണ ഏജൻസികളെ നയിക്കുന്നത്. നീലിമ, പൊളിറ്റിക്കൽ ഡെസ്ക്. കേരളത്തിലെ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസന്വേഷണം സാക്കിർ നായികിന്റെ ഉടമസ്ഥതയിലുള്ള പീസ് ഇന്റർനാഷണൽ സ്കൂളുകളിലേക്കും. കാണാതായ മെറിൻ ജേക്കബ് എന്ന മറിയം പഠിപ്പിച്ചിരുന്നത് പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ. ഈ സ്കൂളിന്റെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗവൺമെന്റ് പ്ലീഡർ മാത്യു മാഞ്ഞൂരാനെതിരെ മൊഴി. യുവതിയെ മാഞ്ഞൂരാൻ കടന്നു പിടിച്ചുവെന്നാണ് മൊഴി. ദൃക്സാക്ഷിയായ ഹോട്ടൽ ഉടമ ഷാജിയാണ് പോലീസിന് മൊഴി നൽകിയത്. ഞാൻ എന്റെ സുഹൃത്ത് നേരിട്ട് കണ്ടത്. അത് സംഭവം നടക്കണം അവിടെ, ഞങ്ങൾ ഇരിക്കുന്നു ഇവിടെ. ഇതേപോലെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടതാ. എങ്ങനെ കയറി പിടിച്ച സ്ത്രീയെ? അത് ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വട്ടം കയറി പിടിക്കാണ് ചെയ്തത്. അല്ലെങ്കിൽ തലക്ക് മേളിലൊക്കെ അല്ല. മാല മോഷ്ടിക്കാനെന്നുള്ള തരത്തിലേക്കല്ല. അങ്ങനെയല്ല, കാരണം മാല പൊട്ടിക്കണമെങ്കിൽ ഇങ്ങനെയല്ല കയറി പിടിക്കുന്നത്. അങ്ങനെയല്ല പിടിച്ചത്. ഒരു കൈ കൊണ്ട് വട്ടം പിടിക്കണതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. ആ സ്ത്രീ അപ്പൊ തന്നെ ഒച്ചെടുക്കുകയും ചെയ്തു. അതും പേടിച്ചു. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ആൾക്കാരെ മൊത്തത്തിൽ അവിടെ ആൾക്കാരുണ്ട്, പക്ഷെ ആൾക്കാർക്ക് ഒന്നും കാര്യം മനസ്സിലായില്ല. ഇദ്ദേഹം അതിനുശേഷം നൽകിയ മൊഴിയിൽ പറയുന്നത് ഈ പെൺകുട്ടിയെ ആരോ കയറി പിടിച്ചു ഇദ്ദേഹം. അത് ഞാൻ കേട്ടായിരുന്നു, പത്രത്തിൽ ഞാൻ വായിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ ഒരാൾ ഓടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്നതിനും കണ്ടിട്ടില്ല അതിന്റെ ഫ്രണ്ടിൽ. കാരണം ഞങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കാണാം ഇദ്ദേഹം വന്ന് പിടിക്കുന്നതും ഇദ്ദേഹം ഓടുന്നതും ഞങ്ങൾക്ക് കാണാം. ഞാൻ അതിന്റെ മുമ്പിൽ വേറെ ആൾ ഓടിയതാണ് ഞങ്ങൾ കണ്ടിട്ടില്ല. മാധ്യമ അഭിഭാഷക സംഘർഷത്തിൽ ഗവർണർ ഇടപെടണമെന്ന VM സുധീരൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകും. ചേംബറിൽ നിന്നും വാർത്തയെടുക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം അറിയാനുള്ള അവകാശത്തെ ബാധിക്കുന്നതെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം അറിയാനുള്ള അവകാശത്തെ പരിമിതമാക്കുന്ന
ഒരവസ്ഥയിലാണ് എത്തിച്ചിട്ടുള്ളത്. നീതിന്യായ നിർവഹണം സുതാര്യമായി മുന്നോട്ട് നീക്കുക എന്നുള്ളതിനും അത് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. കോൺഗ്രസിലെ ഐ ഗ്രൂപ്പ് പൊളിയുന്നു. നേതാക്കളെ പിടിച്ചു നിർത്താനുള്ള ചെന്നിത്തലയുടെ ശ്രമങ്ങൾ വിഫലം. ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി. കെ സി വേണുഗോപാൽ, പത്മജ വേണുഗോപാൽ, എം ഐ ഷാനവാസ്, വി ഡി സതീശൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഗ്രൂപ്പ് വിടുന്നു. വിവരങ്ങളുമായി എം ആർ സജേഷ് ചേരുന്നു. സജേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അണി, രണ്ടാഴ്ച മുമ്പ് രമേശ് ചെന്നിത്തല വിളിച്ച ഐ ഗ്രൂപ്പിന്റെ കോർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുനിന്നിരുന്നു. പി തങ്കച്ചൻ മാത്രമാണ് പങ്കെടുത്തത്. ഇതിനുശേഷം നേതാക്കൾ ഒറ്റയ്ക്ക് കണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമമാണ് രമേശ് ചെന്നിത്തല നടത്തി വന്നിരുന്നത്. എന്നാൽ ഈ കൂടിക്കാഴ്ചകൾ വേണ്ടത്ര ഫലം ചെയ്യുന്നില്ല. വി ഡി സതീശന് മാത്രമാണ് ഇതിനിടയിൽ കണ്ടത്. സതീശൻ അനുകൂല നിലപാടല്ല രമേശ് ചെന്നിത്തലയോട് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് കെ സുധാകരനെ കാണുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കെ മുരളീധരൻ, പത്മജ വേണുഗോപാൽ, എം ഐ ഷാനവാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് പോലും വിസമ്മതിക്കുകയാണ്. ഇതാണ് ഐ ഗ്രൂപ്പിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത്. കെ പി സി അധ്യക്ഷനാകാനുള്ള ശ്രമത്തെ ഇന്ന് പിന്തുണ നൽകിയില്ല രമേശ് ചെന്നിത്തല എന്നാണ് കെ സുധാകരന്റെ പരാതി. അതോടൊപ്പം തന്നെ നിർണായക നിമിഷങ്ങളിൽ ചെന്നിത്തല ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു. കൂട്ടായ ആലോചനകളില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തുടർന്നിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ കേരളത്തിൽ പാടില്ലെന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശവും ഈ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഗ്രൂപ്പ് വിടുന്ന നേതാക്കളെല്ലാം ഹൈക്കമാൻഡിനോട്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോട് ആശയവിനിമയം പുലർത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്തെ യൂത്ത് നേതാക്കളിൽ പ്രധാനപ്പെട്ടവരും കോൺഗ്രസിൽ നിന്നുള്ള എം പിമാരും ഈ ഹൈക്കമാൻഡ് ഗ്രൂപ്പിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. ഈ രണ്ടാഴ്ചയായി രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വിഫലമാകുന്നതോടുകൂടി ഐ ഗ്രൂപ്പിലെ പ്രതിസന്ധി വളരെ രൂക്ഷമാവുകയാണ്. ഹണി, കോൺഗ്രസിലെ ഐ ഗ്രൂപ്പ് പൊളിയുന്നു. ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി. കെ സി വേണുഗോപാൽ, പത്മജ വേണുഗോപാൽ, എം ഐ ഷാനവാസ്, വി ഡി സതീശൻ തുടങ്ങിയ നേതാക്കളും ഗ്രൂപ്പ് വിടുകയാണ്. വിവരങ്ങളാണ് എം ആർ സജേഷ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കുളച്ചൽ തുറമുഖത്തിന് അനുമതി നൽകിയതിൽ കേരളത്തിനുള്ള ആശങ്ക അറിയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും നാളെ പ്രധാനമന്ത്രിയെ കാണും. വിഴിഞ്ഞം പദ്ധതി മേഖലയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ പുതിയ തുറമുഖം വരുന്നത് ഇരു പദ്ധതികൾക്കും ഗുണം ചെയ്യില്ല എന്നാണ് കേരളത്തിന്റെ നിലപാട്. കുളച്ചിൽ തുറമുഖ പദ്ധതി വിഴിഞ്ഞം തുറമുഖത്തിന് ഭീഷണിയാകുമെന്ന കാര്യം കേന്ദ്രത്തെ ധരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും പ്രധാനമന്ത്രിയെ കാണുന്നത്. രണ്ടാഴ്ച മുൻപ് ദില്ലിയിൽ ചേർന്ന കേരള എം പിമാരുടെ സമ്മേളനത്തിൽ കേരളത്തിന്റെ ആശങ്ക നേരിട്ട് പ്രധാനമന്ത്രിയെ അറിയിക്കാൻ തീരുമാനിച്ചിരുന്നു. തമിഴ്നാടുമായി ഏറ്റുമുട്ടലില്ലാതെ ആരോഗ്യപരമായ രീതിയിൽ വിഷയം കൈകാര്യം ചെയ്യാനാണ് കേരളത്തിന്റെ ശ്രമം. വല്ലാർപാടത്ത് നിന്ന് 250 കിലോമീറ്റർ അകലെയാണെന്ന് കാട്ടി തുടക്കത്തിൽ വിഴിഞ്ഞത്തിന് അനുമതി നിഷേധിച്ച കേന്ദ്രം ഇപ്പോൾ കുളച്ചിലിനു വേണ്ടി വ്യവസ്ഥകൾ ഇളവ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് കേരളത്തിന്റെ വാദം. തൊട്ടടുത്ത് 2 തുറമുഖങ്ങൾ വരുന്നത് ഗുണം ചെയ്യില്ല. വിഴിഞ്ഞത്തിന് 816 കോടി രൂപ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് നൽകിയ കേന്ദ്രം കുളച്ചിലിന് അതിൽ കൂടുതൽ തുക നൽകുന്നത് പാഴ്ചിലവാകുമെന്നും കേരളം ഉയർത്തിക്കാട്ടും. പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ നെൽവയൽ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് ഒരു ജനകീയ മുന്നേറ്റമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മേയർമാർക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺമാർക്കുമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കാലാവസ്ഥാ വ്യതിയാനവും ദുരന്ത ലഘൂകരണവും ഓറിയന്റേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കാലാവസ്ഥാ വ്യതിയാനം മൂലം സംസ്ഥാനത്തുണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് ആധികാരികമായി വിശദീകരിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാലാവസ്ഥാ വ്യതിയാനവും ദുരന്ത ലഘൂകരണവും എന്ന ഓറിയന്റേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. മേയർമാർക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺമാർക്കുമായി കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം ഓറിയന്റേഷൻ പ്രോഗ്രാം ഒരുക്കുകയായിരുന്നു. മനുഷ്യരാശി അനുഭവിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വൻ പ്രതിസന്ധിയായി കാലാവസ്ഥാ വ്യതിയാനത്തെ കാണണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സംസ്ഥാനം ലക്ഷ്യമിടുന്ന വികസന കാഴ്ചപ്പാടും വ്യക്തമാക്കി. പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള വികസനമായിരിക്കണം നാം ഊന്നൽ നൽകുന്നത്. അപ്പൊ അതില് നിങ്ങൾ ഓരോരുത്തരും അതത് സ്ഥലത്ത് പ്രത്യേക ശ്രദ്ധ തന്നെ ചെലുത്താൻ തയ്യാറാവും. ഹരിത ഗൃഹവാതകങ്ങളുടെ തോത് കുറച്ച് ആഗോള താപനത്തെ ചെറുക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഫലമായി വികസന പ്രക്രിയകളെ ആകെ ഉപേക്ഷിക്കലല്ല, നേരെ മറിച്ച് പ്രകൃതിയുമായി യോജിച്ചു പോകുന്ന വിധത്തിൽ വികസന പ്രക്രിയ തുടരുകയാണ് ചെയ്യുക. സംസ്ഥാനത്തെ നെൽവയൽ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് ജനകീയ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.
പരിസ്ഥിതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി VS സെന്തിൽ, കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ജോർജ് ചാക്കഞ്ചേരി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF സർക്കാരിന്റെ കടുംവെട്ട് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ പരിശോധന ഇന്ന് പൂർത്തിയാകും. സമിതിയുടെ ശുപാർശയിന്മേൽ നിയമ സെക്രട്ടറിയുടെ മറുപടി ലഭിച്ച ശേഷമാകും ഉപസമിതി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. UDF സർക്കാരിന്റെ അവസാന കാലത്തെ വിവാദ ഉത്തരവുകളാണ് മന്ത്രിസഭാ ഉപസമിതി പുനഃപരിശോധിക്കുന്നത്. ജനുവരി 1 മുതൽ UDF മന്ത്രിസഭാ യോഗങ്ങൾ കൈക്കൊണ്ട തീരുമാനങ്ങൾ വിവാദമായ പശ്ചാത്തലത്തിലാണ് പരിശോധന. കൃഷി, വൈദ്യുതി എന്നീ വകുപ്പുകളിലെ പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. ഇതോടെ മന്ത്രി AK ബാലൻ അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതിയുടെ പരിശോധന പൂർത്തിയാകും. തുടർന്ന് ഉപസമിതിയുടെ ശുപാർശ നിയമ സെക്രട്ടറിക്ക് കൈമാറും. നിയമ സെക്രട്ടറി ഇവ പരിശോധിച്ച് സമിതിക്ക് മറുപടി നൽകും. ഇതിനുശേഷമാകും മന്ത്രിസഭാ ഉപസമിതി കഴിഞ്ഞ സർക്കാരിന്റെ കൊടുംവെട്ട് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളിന്മേലുള്ള അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. നേരത്തെ റവന്യൂ, ഉന്നത വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ വകുപ്പുകളിൽ വ്യാപക ക്രമക്കേട് ഉപസമിതി കണ്ടെത്തിയിരുന്നു. ബാർക്കോഴ കേസിൽ KM മാണിക്ക് കേസ് വാദിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് പണം നൽകാൻ തീരുമാനിച്ചത് ചട്ടവിരുദ്ധമാണെന്നും ഉപസമിതി കണ്ടെത്തിയിരുന്നു. ഏതായാലും ഇന്നത്തെ പരിശോധനയോടെ കൊടുംവെട്ട് മന്ത്രിസഭാ യോഗത്തിന്റെ ക്രമക്കേടിൽ വ്യക്തത കൈവരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ ഇംപാക്ട് റിസോഴ്സ് ടീച്ചർമാരുടെ നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ടതിൽ അന്വേഷണം ആരംഭിച്ചു. അഡീഷണൽ DPI ആണ് സംഭവം അന്വേഷിക്കുന്നത്. IED സെൽ DDയും സഹായിയും കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. വാർത്തയെ തുടർന്ന് DD R രാജനെ സസ്പെൻഡ് ചെയ്തിരുന്നു. റിസോഴ്സ് ടീച്ചർമാരുടെ നിയമനത്തിനായി കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ R രാജനെ കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു. DDയും സഹായി ജ്യോതിഷും കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടതിനെ തുടർന്നായിരുന്നു സസ്പെൻഷൻ. സംഭവം അന്വേഷിക്കുന്നതിനായി അഡീഷണൽ DPI ജെസി ജോസഫിനെ DPI മോഹൻകുമാർ IAS ചുമതലപ്പെടുത്തിയിരുന്നു. അഡീഷണൽ DPI പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. അതേസമയം രാജിനെതിരെ നേരത്തെ തന്നെ നിരവധി പരാതികൾ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വിജിലൻസിന്റെ കയ്യിലുള്ള പരാതികൾ സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. DDക്ക് വേണ്ടി കോഴ ആവശ്യപ്പെട്ട വയനാട്ടിലെ റിസോഴ്സ് ടീച്ചർ ജ്യോതിഷിനെ പറ്റിയുള്ള വിവരങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് ശേഖരിച്ചു തുടങ്ങി. DDയുടെയും ജ്യോതിഷിന്റെയും സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തും. വിവിധ ജില്ലകളിലെ റിസോഴ്സ് ടീച്ചർമാരിൽ നിന്നും ADPI മൊഴിയെടുക്കും. രാജ്യന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന റിസോഴ്സ് ടീച്ചർമാരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. ഇത്തരക്കാർക്കെതിരെയും കർശന നടപടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നതായാണ് സൂചന. PV കുട്ടൻ, കോഴിക്കോട്. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകട കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം തയ്യാറായി. റിപ്പോർട്ട് SP ക്രൈംബ്രാഞ്ച് ADGPക്ക് സമർപ്പിച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, വിവരങ്ങൾ. 110 പേരുടെ ദാരുണ അന്ത്യം എന്നുള്ളതാണ് പുറ്റിങ്ങൽ ദുരന്തത്തിന്റെ ബാക്കി പത്രം. ഈ സംഭവത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് SP കുറ്റപത്രം തയ്യാറാക്കി കഴിഞ്ഞു. ഇതിന്റെ അന്തിമ അംഗീകാരത്തിന് വേണ്ടി ADGP ക്രൈംസ് അനന്തകൃഷ്ണൻ IPSന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇത് അപ്രൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൈമാറുമ്പോൾ മാത്രമാണ് ഇതിന്റെ പ്രതിപട്ടിക ഉൾപ്പെടെയുള്ള ഇത് തയ്യാറാക്കിക്കൊണ്ട് മറ്റ് വകുപ്പുകൾ ചുമത്തണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നിയമോപദേശമൊക്കെ ഉണ്ട്. അതിനുശേഷമായിരിക്കും അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബന്ധപ്പെട്ട കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക. ഇതിൽ പ്രധാനമായ പ്രതികൾ എന്ന് പറയുന്നത് അമ്പല കമ്മിറ്റി ഭാരവാഹികളാണ്. ഒപ്പം ഇതില് വെടിക്കെട്ട് കരാറുകാർ, തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. ഇതില് ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും വീഴ്ച പറ്റി എന്നായിരുന്നു കേന്ദ്ര അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ 15 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ വിവിധ നഗരസഭകളിലേക്കും പഞ്ചായത്തുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാപ്പനംകോട് വാർഡിലും ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. അഴിമതി ആരോപണ വിധേയനായതിനെ തുടർന്ന് കൃഷിവകുപ്പ് ഡയറക്ടർ അശോക് കുമാർ തെക്കനെ സ്ഥാനത്ത് നിന്ന് നീക്കി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് പൂഴ്ത്തിവച്ചിരുന്ന ഇന്റേണൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊപ്ര സംഭരണം സീഡ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഹോർട്ടികോർപ്പിൽ നടന്ന ക്രമക്കേടുകൾ, കെയർഫെഡിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ എന്നിവ പരിശോധിച്ച ശേഷമാണ് കൃഷിമന്ത്രി VS സുനിൽകുമാർ കൃഷി ഡയറക്ടർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തത്. ഇന്നലെ വൈകിട്ടോടെ മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ കൃഷിവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തെക്കനെ മാറ്റി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് പൂഴ്ത്തിവെച്ചിരുന്ന ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ടിൽ തെക്കനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. UDF ഭരണകാലത്ത് തന്നെ ഏറ്റവും അധികം ആക്ഷേപം കേട്ട ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്നു അശോക് കുമാർ തെക്കൻ.
എന്നാൽ അന്നത്തെ മന്ത്രിയുടെ വിശ്വസ്തനായ തെക്കനെതിരെ റിപ്പോർട്ട് സർക്കാർ തന്നെ പൂഴ്ത്തുകയായിരുന്നു. തെക്കനെതിരായ അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങളോട് തെക്കനിൽ നിന്ന് തന്നെ വിശദീകരണം തേടിയ വിചിത്ര സംഭവവും അക്കാലത്ത് നടന്നു. നിലവിൽ അശോക് കുമാർ തെക്കൻ കൈകാര്യം ചെയ്തിരുന്ന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ CEO സ്ഥാനവും നാളികേര വികസന കോർപ്പറേഷന്റെ MD സ്ഥാനവും കൃഷി സെക്രട്ടറി രാജു നാരായണസ്വാമിക്ക് നൽകും. അഡീഷണൽ ഡയറക്ടർക്ക് കൃഷി വകുപ്പ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല നൽകും. IAS ഉദ്യോഗസ്ഥരെ ആരെങ്കിലും വകുപ്പ് ഡയറക്ടറായി നിയമിക്കണമെന്നതാണ് മന്ത്രിയുടെ താൽപര്യം. വിജിലൻസ് അന്വേഷണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ അശോക് കുമാർ തെക്കനെ സർക്കാർ സസ്പെൻഡ് ചെയ്തേക്കും. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ഇടുക്കി കാന്തല്ലൂരിലെ പച്ചക്കറി കർഷകരെ തീരാ ദുരിതത്തിലാഴ്ത്തി ഹോർട്ടികോർപ്പിന്റെ നിസ്സംഗത. ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാകാതെ വലയുന്ന കർഷകർ തുച്ഛമായ വിലയ്ക്ക് പച്ചക്കറികൾ തമിഴ്നാട്ടിലെ വ്യാപാരികൾക്ക് കൈമാറുന്നു. ഇടനിലക്കാർ മുഖേന കൂടിയ വിലയ്ക്ക് കാന്തല്ലൂരിലെ പച്ചക്കറികൾ കേരളത്തിലെ വിപണികളിൽ സുലഭമാണ്. കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിലെ കർഷകരാണ് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിക്ക് വില ലഭിക്കാതെ വലയുന്നത്. പൊതുവിപണിയിൽ തക്കാളിക്ക് 70 രൂപ വരെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടുത്തെ കർഷകന് ലഭിച്ചത് 5 മുതൽ 10 രൂപ വരെ മാത്രം. കർഷകരിൽ നിന്നും നേരിട്ട് പച്ചക്കറി സംഭരിക്കുമെന്ന് അറിയിച്ച ഹോർട്ടികോർപ്പ് അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് 9 മാസമായെന്ന് കർഷകർ തന്നെ പറയുന്നു. ഇപ്പൊ 9 മാസമായിട്ട് അവർ വരുന്നുമില്ല, പച്ചക്കറി ശേഖരിക്കുന്നുമില്ല. ഇപ്പോൾ നമുക്ക് വന്ന് മാർക്കറ്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഇപ്പൊ ഇറക്കിയിരിക്കുന്ന കൃഷി ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി ആയിപ്പോയി. ഇപ്പോൾ കുറച്ച് പച്ചക്കറി ഓണത്തില് കൊടുക്കാന്നുള്ള ഒരു സിറ്റുവേഷൻ ചെയ്തിട്ടുണ്ട്. അവർ എടുക്കുവാണെങ്കിൽ കർഷകർക്ക് മെച്ചമുണ്ടാവും ഉള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. സർക്കാർ സംവിധാനം നോക്കുകുത്തിയാകുമ്പോൾ തമിഴ്നാട്ടിലെ വ്യാപാരികളുടെയും ഇടനിലക്കാരുടെയും കീശയാണ് നിറയുന്നത്. പട്ടിണി മാറ്റാൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ചാക്ക് പച്ചക്കറിയാണെങ്കിലും ഇവിടുത്തുകാർ അത് തമിഴ്നാട് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ നിർബന്ധിതരാകുന്നു. ഒരു ചാക്കുണ്ടെങ്കിൽ ഉടുമല മാർക്കറ്റിൽ കൊണ്ടുപോകും, പിന്നെ വത്തല കൊണ്ടുപോകും, പിന്നെ മധുര, അതുപോലെ ബീൻസ് ഐറ്റങ്ങൾ അവിടെ നല്ല മാർക്കറ്റ് കിട്ടുന്ന ഒരു ഇതാണ് ഉണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ഹോർട്ടികോർപ്പ് അധികൃതർക്ക് കുലുക്കമില്ല. കേരളത്തിന്റേതെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുള്ള വിഷമയ പച്ചക്കറി വിപണിയിലെത്തിക്കുന്നതിന്റെ തിരക്കിലാണ് അവർ. ഹോർട്ടികോർപ്പിന് എന്ത് കാന്തല്ലൂർ, എന്ത് കർഷകരെന്ന മനോഭാവം തന്നെയെന്ന് ചുരുക്കം. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി.